രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാല്, ഒന്നും തോൽക്കാനില്ലാത്ത ഒരു പടയാളിയുടെ സ്പീച്ച്. ബേസിക്കലി ദർ ഇസ് നത്തിങ് ടു ലൂസ്. രാഹുൽ ഗാന്ധി പാർലമെന്റിന്റെ പടിയിൽ നിന്ന് പുറത്തു നിന്ന് സംസാരിച്ചാൽ കേസാവും, കണ്ടംപ്റ്റ് ആവും. അതേ സമയത്ത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അകത്ത് സംസാരിച്ചാൽ അത് പ്രിവിലേജിന്റെ ദർ ഇസ് എ പ്രിവിലേജ്, അതിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, കോർട്ടിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് സംസാരിച്ച ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കണ്ടത്. ഒരു പക്ഷേ ഈ ഒരു സ്കില്ല് കോൺഗ്രസിനും ഇല്ലായിരുന്നു, ഓപ്പോസിഷനും ഇല്ലായിരുന്നു. രാഹുൽ ഗാന്ധിയും ഇത് പതുക്കെയാണ് പഠിച്ചു വന്നത്. ഈ പ്രത്യേകിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി ഗവൺമെന്റിനെയും പ്രധാനമന്ത്രിയുടെ മിനിസ്റ്റർമാരെയും എല്ലാവരെയും ആക്ഷേപിച്ചാണ് സംസാരിച്ച കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ ആക്ഷേപവും ഈ സർക്കാസവും തുടങ്ങി വെച്ചത് BJP ആണ്. പാർലമെന്റിന്റെ കൂട്ടുള്ള വേദി ഒരിക്കലും നമ്മൾ സുഷമ സ്വരാജ് മൻമോഹൻ സിംഗ് തമ്മിലുള്ള സംഭാഷണങ്ങളും സ്പീച്ചുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതൊരു മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള സ്പീച്ചാണ്. പക്ഷെ പ്രധാനമന്ത്രിയുടെ സ്പീച്ചുകളെല്ലാം ഇന്ന് വരെ പാർലമെന്റിൽ കണ്ടിരുന്ന പ്രധാനമന്ത്രിയുടെ സ്പീച്ചുകളെല്ലാം കോൺഗ്രസിനെ പരിഹസിച്ചും കോൺഗ്രസ് ലീഡേഴ്സിനെ പരിഹസിച്ചും നെഹ്റു മുതൽ തുടങ്ങും. ഗാന്ധിജിയെ വിട്ടിട്ട് നെഹ്റു മുതൽ തുടങ്ങി പരിഹസിച്ചുള്ള സ്പീച്ചുകളാണ്. പിന്നെ ഇന്ന് കിരൺ റിജിജു എണീച്ച് പറഞ്ഞിരുന്നല്ലോ, എക്സ്റ്റേണൽ അഫയേഴ്സ് ഒരു സാക്രോസൈന്റ് സംഭവമാണ്, എക്സ്റ്റേണൽ അഫയേഴ്സിന് പോളിറ്റിക്സിനകത്ത് ഇറ്റ് ഷുഡ് നോട്ട് ബി പാർട്ട് ഓഫ് പോളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഇത് തുടങ്ങി വെച്ചതും BJP തന്നെയാണ്. നരേന്ദ്രമോദി അമേരിക്കയിൽ പോകുമ്പോൾ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന വെൽക്കം അതൊരു വ്യക്തിപ്രഭാവത്തിന്റെ വെൽക്കമാണ്, അത് നരേന്ദ്രമോദിയുടെ വെൽക്കമാണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ അല്ല, നരേന്ദ്രമോദിയുടെ വെൽക്കം ആണെന്ന് ഓൺ റെക്കോർഡ് BJP ലീഡേഴ്സ് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു വെൽക്കം നരേന്ദ്രമോദിയുടെ ആണെങ്കിൽ ബാക്കി നടക്കുന്ന കാര്യങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ തോൽവിയും കൂടാണ്. അപ്പോൾ ദാറ്റ്സ് എ വേ. ബേസിക്കലി രാഹുൽ ഗാന്ധി BJPയുടെ റൂൾസ് അനുസരിച്ച് കളിക്കാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യത്തിന്റെ ഒരു സൂചനയാണ് ഇന്നത്തെ സ്പീച്ച് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രിക്ക് ക്യാമ്പയിൻ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ. ഇപ്പൊ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് വേണ്ടി തുടങ്ങും. അപ്പം ഈ ഡൽഹി ഇലക്ഷന് വേണ്ടി ക്യാമ്പയിൻ ഇന്ന് വൈകുന്നേരം തീരുന്നു, നാളെയും മറ്റന്നാളും സൈലന്റ് ഡേയ്സ് ആണ്. പക്ഷെ നരേന്ദ്രമോദി ആസ് എ പൊളിറ്റീഷ്യൻ he ensures that campaign continues. അപ്പൊ നാളെ പാർലമെന്റിൽ സ്പീച്ച് കൊടുക്കും, അത് ഡൽഹി ഇലക്ഷന് വേണ്ടി ആയിരിക്കും, സംശയമില്ല. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ കുംഭിൽ പോകും, കുംഭിൽ സ്നാനം ചെയ്യും, അതും ഡൽഹി ഇലക്ഷന് വേണ്ടി. കാരണം പോളിംഗ് ചെയ്യാൻ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നരേന്ദ്രമോദി മൊത്തം എല്ലാ ടെലിവിഷൻ ചാനലും നരേന്ദ്രമോദിയുടെ വിഷ്വൽസ് ആയിരിക്കും മഹാകുംഭിൽ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക്കൽ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആണ് നരേന്ദ്രമോദി. he forgets that he is also the Prime Minister of India. ശരി, പക്ഷെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. നാളെ ഇപ്പോൾ അതിനൊരു വലിയ വേദിയായി മാറുകയാണോ ഇന്നത്തെ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം? സന്തോഷ് ജോയ്, വ്യക്തിപരമായിട്ടൊക്കെ ആക്രമിക്കുകയാണ് നരേന്ദ്രമോദിയെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതേ നാണയത്തിൽ നാളെ തിരിച്ചടിക്കാനുള്ള ശക്തി പല മടങ്ങ് പ്രകടിപ്പിക്കാനുള്ള അവസരം രാഹുൽ ഗാന്ധി നൽകിയോ ഇല്ലയോ?